ദുരന്തത്തിന് ശേഷം ആദ്യമായാണ് ജയേഷും ഭാര്യയും 2 പെൺമക്കളും വെള്ളാർമല സ്കൂളിന് മുകളിലെ വീട് കാണാനെത്തിയത്. വീടിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നത് കണ്ട് ജയേഷും കുടുംബവും വിതുമ്പി. 8 ദിവസത്തിന് ശേഷം കണ്ട വളർത്തുനായ ടോമി ഇവരെ കണ്ടതോടെ വലിയ സന്തോഷത്തിലായി. തൊട്ടടുത്ത് താമസിക്കുന്ന ഉറ്റ സുഹൃത്ത് മുജീബ് ദുരന്തത്തിന് ശേഷം ആദ്യമായി ജയേഷിനെ കണ്ടത് വികാരനിർഭരമായ മുഹൂർത്തമായി മാറി. ഇങ്ങോട്ട് വന്നിരുന്നില്ല. അതിനുശേഷം പേടിയായിരുന്നു എല്ലാവർക്കും. ജയേഷിൻ്റെ സുഹൃത്ത് രവി നിർബന്ധിച്ചാണ് ഇന്ന് വന്നത്. രാവിലെ 8 മണിയോടെയായിരുന്നു ഭാര്യയെയും 2 പെൺമക്കളെയും കൂട്ടി എസ്റ്റേറ്റ് തൊഴിലാളിയായ ജയേഷ് വീട് കാണാനെത്തിയത്. വീടിന് മുന്നിലെത്തിയതോടെ ജയേഷ് വിതുമ്പി. അകത്തേക്ക് കയറി. മക്കളുടെ ഫോട്ടോയിൽ നിറയെ ചെളി. എല്ലാം തുടച്ചെടുത്തു. ഇത് എൻ്റെ മൂത്ത മോള് സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ട് അവൾ ഇവിടെ നാടകത്തിലൊക്കെ അവൾ വയനാട് ജില്ലേൻ്റെ ബെസ്റ്റ് ആക്ടറായിരുന്നു സാറ്. മക്കൾക്ക് നാടക മത്സരത്തിൽ കിട്ടിയ സമ്മാനത്തിൻ്റെ ഫോട്ടോ ആയിരുന്നു അത്. 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് സ്റ്റേറ്റ് കലോത്സവത്തിനൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. അന്ന് പിന്നെ എത്ര മണിയോട് കൂടിയാണ് പോയത്, ഓർക്കുന്നുണ്ടോ? ഞങ്ങളൊരു 1:30 ആയപ്പോഴാണ് ആദ്യം ഉരുൾ പൊട്ടിയത്. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ ഉണരുന്നത്. അപ്പോൾ ശക്തമായിട്ട് ഇങ്ങനെ എന്തോ ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ റോഡിലേക്ക് ഇങ്ങനെ കറണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ പാറകളും മരങ്ങളൊക്കെ ഉരുണ്ട് കെട്ടി വരികയായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആ കാണുന്ന മേലത്തെ വീട്ടിലേക്ക് ഓടി കയറുമായിരുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നില്ല അല്ലേ? പിന്നെ ഇങ്ങോട്ടേക്ക് വന്നില്ല. ഭാര്യയ്ക്കും സങ്കടം അടക്കാനായില്ല. ഏതാ വീട് എങ്ങനെയൊന്നും മനസ്സിലുള്ളത് എൻ്റെ തറവാടാണ്. ഇവിടെ ഉണ്ട്, അതിൻ്റെ അഡ്രസ്സേ ഇല്ല. ഇവിടെ കുറച്ചെങ്കിലും തെളിവിന് കുറച്ച് ചുമരുകളെങ്കിലും ഉണ്ട്. ഇവിടെ തറവാട് എവിടെ? അതാ ഇതാണ് എൻ്റെ തറവാട്. ഞാൻ ജനിച്ചു വളർന്ന വീട് ഇതാണ്. അതിനിടയിൽ ജയേഷിൻ്റെ സുഹൃത്ത് മുജീബ് ദുരന്തത്തിന് ശേഷം ആദ്യമായി കണ്ടു. ആലിംഗനം ചെയ്തു. അറിഞ്ഞിരുന്നില്ല പരസ്പരം രണ്ടുപേരും ജീവനോടെ ഉണ്ട് എന്ന്. നമ്മളാ ബന്ധമുണ്ടല്ലോ, ഞങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ താമസിക്കുന്നവരാ എല്ലാവരും. ഇത്ര വീട്ടുകാരും ആരാണ് ഇവിടെ ഇപ്പോൾ എവിടെ ഏത് പെര ഉണ്ടെന്നോ എവിടെ പെര നിൽക്കണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഓനുണ്ട് ആദ്യം കണ്ടപ്പോഴേ എന്നാൽ പോയതല്ല. ഇപ്പോൾ 8 ദിവസമായില്ലേ. 8 ദിവസത്തേക്ക് കാണുമ്പോൾ ഓനിക്ക് ഞാൻ ഉണ്ടോയെന്ന് അറിയില്ല, എനിക്ക് ഓനുണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ. വീട്ടുടമസ്ഥനെ കാണാതെ ടോമി എന്ന വളർത്തുനായയും വലിയ സങ്കടത്തിലായിരുന്നു. ഇവരെത്തിയതോടെ ടോമിയും സന്തോഷത്തോടെ അടുത്തുകൂടി. ഒന്നും മനസ്സിലാകാത്ത രീതിയിലായിരുന്നു പ്രദേശമെല്ലാം. വീട്ടിനു മുന്നിൽ കൂറ്റൻ പാറക്കല്ലുകൾ മാത്രം. ഉരുൾപൊട്ടലിനിടെ ജീവനും കൊണ്ടോടുമ്പോൾ ജയേഷും കുടുംബവും കണ്ടത് ഈ കാഴ്ചയൊന്നുമായിരുന്നില്ല. ഒടുവിൽ 7 ദിവസത്തിനിപ്പുറം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധം തകർന്നിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, വയനാട്.